അവർ പറഞ്ഞു അവളാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞാണ് എന്നെ ഉപദ്രവിക്കുന്നത്. അവൾ ദേഷ്യം വരുമ്പോൾ അവൾക്ക് അമ്മയ്ക്കും അറിയാം അച്ഛനും അറിയാം. അവൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമുള്ളൂ. അവൾക്ക് കൈ കിട്ടിയൊക്കെ എടുത്ത് നോക്കുന്നത്. ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ലല്ലോ. ഇത് അടിച്ച പാടാട്ടെ മൊത്തം. ഇത് അവൾ എന്തൊക്കെ കാണിച്ചാണ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണ്. അതല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ലേ. ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവിടെ എന്നെ തെള്ളി ഞാൻ താഴെ ഇടിച്ചാണ്. താഴെ ഇടിച്ചിട്ട് ഞാൻ ഒരാഴ്ച സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ലിങ് ആ ബെൽറ്റ് ഊരി അവളെന്നെ അടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞ് കാണിച്ചത് അവിടെ ദേഷ്യമാണ്. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. ആ കുഞ്ഞ് എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചാണ്. ആ കുഞ്ഞിന് എന്ത് പറ്റി എനിക്കറിയണം. അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല. അത് 100 അല്ല 200% ഞാൻ പറയുന്നു. എൻ്റെ കുഞ്ഞ് ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം, ഇല്ലെങ്കിൽ അവൾക്ക് എന്തോ പറ്റി. എനിക്കിതറിയണം. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്നിട്ടേ ഞാൻ ചാവത്തുള്ളൂ. ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കൂടെ ആരുമില്ല. ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കുമായിരിക്കും, ഒരു ആഹാരം കഴിക്കുമായിരിക്കും. ഞാൻ ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യനാണ്. ഞാൻ എപ്പോഴാണ് താഴെ വീഴുന്നത് എനിക്ക് തന്നെ അറിഞ്ഞു. ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, ഉപദ്രവിച്ചിട്ടുണ്ട്. ശരി, എൻ്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ. 2-3 വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും? എൻ്റെ അനിയനെ വിളിച്ചു, അവൻ വിളിച്ചു. അവൻ്റെ കൂട്ടുകാർ വന്ന് രാത്രി അവൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട്. വിഷമിക്കേണ്ട. ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ കയ്യിൽ നോക്കി. അവൻ കല്യാണം കഴിക്കാക്കി ഇരിക്കണം. എൻ്റെ ചേട്ടൻ മരിച്ചു. എൻ്റെ ചേട്ടൻ്റെ മക്കളെ നോക്കി അവൻ്റെ ലൈഫ് പോലും നോക്കാതെ അവൻ ജീവിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. അതിലേക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. അമ്മയെ വിളിക്കാതിരുന്നു, സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു, സുഹൃത്തുക്കളെ മൈൻഡ് ചെയ്യായിരുന്നു. അവൾ അത്ര പൊസസീവായിരുന്നു. എനിക്കും അത്രയും തന്നെയായിരുന്നു. അത് ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അടിക്കുകയാണെങ്കിൽ അടിച്ചാൽ പോരെ. കത്തി എന്ന് പറയുന്നത് ഞാനിങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകുന്നില്ല. എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. കാരണം ഈ കുഞ്ഞിങ്ങനെ പറയാണ്, ഇയാൾ നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയാണ്, ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം, ഇയാൾ പൊയ്ക്കോ. അപ്പോൾ ഞാൻ ആലോചിക്കണം, അത് ശരി. അപ്പോൾ ഞാൻ ഇത്രയും 15 വർഷം കഷ്ടപ്പെട്ടു. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? അപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ. എനിക്ക് ആരുമില്ല, ഒരാളുമില്ല. അപ്പോൾ ആ സമയത്ത് അവൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം? ഞാൻ സ്വയം തീരാൻ പോകുന്നു പറഞ്ഞ് എങ്ങനെ പിടിച്ചോണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. കയ്യിൽ മടക്കി കൊടുത്തിങ്ങനെ വെച്ചോണ്ടിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തത്. അവളിങ്ങനെ പിടിക്കും, ഞാൻ പിന്നെയും കാണിക്കും. അത് ഇവളിങ്ങനെ ഇത് വന്നതെന്ന് വെച്ചാൽ ഇവൾ കൂട്ടുകാർക്കല്ല ഇത് അയച്ചു കൊടുത്തിട്ടാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി. ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ ശാസ്ത്രമായിട്ട് പോകും. എൻ്റെ അമ്മയെടുത്ത് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ? ഇതുവരെ പോയോ? പോയില്ല. എന്തുകൊണ്ട് പറഞ്ഞേ? ആര് പോയി? ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ. എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചല്ലാതെ എൻ്റെ അമ്മയെടുത്ത് നിങ്ങൾ ചോദിച്ചു എന്തെങ്കിലും? അതെ, ഇല്ല. അതിൻ്റെ കാരണങ്ങളുടെ പറയില്ല അവർ. എന്തുകൊണ്ടാണത്? അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം അടിയാണ്. ആ വീട്ടിൽ ആ പരിസരക്കാർക്ക് മൊത്തം അറിയാം. ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട്. ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ല വാങ്ങിക്കുന്നത്. എനിക്ക് 2.5 ലക്ഷം രൂപ ഒരു വീഡിയോ ഒന്ന് എനിക്ക് 2 lakhs സാലറി ഉണ്ടെന്ന്. സോറി, 2.5 ഉണ്ട്. എനിക്ക് 2.5 ഉണ്ട്. എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവിടെ ഇല്ല. എൻ്റെ സുഹൃത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി.